ഉദ്ധിതനായ യേശു ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ തോമസ് അപ്പോസ്തലൻ അവിടെ ഇല്ലായിരുന്നു എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം, തോമസ് എവിടെയായിരുന്നു? വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, എനിക്ക് തോന്നുന്നു എല്ലാവരും മരണഭയത്താൽ കതകടച്ചു പൂട്ടിയിരുന്നപ്പോൾ തോമസ് അപ്പോസ്തലൻ ജനങ്ങളോടൊപ്പം പുറത്ത് സ്പെൻഡ് ചെയ്യുകയായിരുന്നു. കാരണം തോമസ് വളരെ സോഷ്യലായ ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ ആയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ തോമസ് അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷകളിലായിരുന്നു കാണുന്നു. അതുകൊണ്ടാണ് ലേറ്റായി പോയത്. അവിടെ ലേറ്റായി തിരികെ വന്നപ്പോഴോ അദ്ദേഹത്തിന് യേശുവിനെ കാണാനായിട്ട് സാധിച്ചില്ല. പക്ഷേ തോമസ് അപ്പോസ്തലന് യേശുവിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് യേശുവിനെ കാണണം എന്ന് പറഞ്ഞത്, കണ്ടു തന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞത്, ആ മുറിവിൽ തൊട്ട് തന്നെ എനിക്ക് വിശ്വസിക്കണമെന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ അടുത്ത ചോദ്യം, ഇത്തരത്തിലുള്ള പിടിവാശികൾ നല്ലതാണോ? ഉത്തരം നല്ലതാണ്. ദൈവത്തിന് വേണ്ടിയുള്ള പിടിവാശികൾ നല്ലതാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന ആഗ്രഹത്തോടെയുള്ള പിടിവാശികൾ നല്ലതാണ്. ഇന്ന് ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, നാം പല കാര്യങ്ങൾക്ക് വേണ്ടി പിടിവാശി കാണിക്കാറുണ്ട്. പുതിയ ഫോൺ, പുതിയ വാഹനം, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ചില തീരുമാനങ്ങൾ, ഞാൻ എടുത്ത തീരുമാനങ്ങൾക്ക് വേണ്ടി ചില പിടിവാശികൾ കാണിക്കാറുണ്ട്. എൻ്റേതായ ചില ചിന്തകൾ, ജോലികൾ, ഉയർന്ന മാർക്ക്. ദൈവത്തിന് വേണ്ടി ഞാൻ എപ്പോഴെങ്കിലും പിടിവാശി കാണിക്കാറുണ്ടോ? കൂദാശ സ്വീകരണത്തിന് വേണ്ടി, വചന വായനയ്ക്ക് വേണ്ടി, ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, ആധ്യാത്മികതയിൽ വളരുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തോമസിനെ പോലെ ദൈവത്തിന് വേണ്ടിയുള്ള പിടിവാശികൾ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന പ്രാർത്ഥനാ രൂപത്തിൽ അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇങ്ങനെയുള്ള പിടിവാശി നാം ദൈവത്തോട് കാണിക്കുമ്പോഴാണ് ദൈവം നമുക്ക് പ്രത്യക്ഷനാകുന്നത്. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ തീരുമാനങ്ങളിലൂടെ, നമ്മുടെ യാത്രകളിലൂടെ, നമ്മുടെ അന്തരാത്മാവിൽ ദൈവം പ്രത്യക്ഷനാകും. എന്നിട്ട് ആ ദൈവം നമ്മളെ ആത്മീയതയുടെ അടുത്ത മേഖലയിലേക്ക് നമ്മളെ ഉയർത്തും. അതിനാൽ ദൈവാനുഭവത്തിൻ്റെ മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ തുറന്നു കിട്ടാൻ വേണ്ടി വിശുദ്ധ തോമസിനെ പോലെ ദൈവത്തിന് വേണ്ടിയുള്ള പിടിവാശികളിൽ നമുക്ക് വളരാം. എല്ലാവർക്കും വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ തിരുനാൾ ആശംസകൾ. ആമേൻ.